നമസ്കാരം. വോട്ടർ പട്ടികയുടെ പുതുക്കലും പരിശോധനയും തിരുത്തലുകളും ജനാധിപത്യ പ്രക്രിയയുടെ സ്വാഭാവിക ഭാഗമാണ്. ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിൽ വോട്ടർ പട്ടികകൾക്ക് സുപ്രധാന പങ്കുണ്ട്. വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം, തെറ്റുതിരുത്തൽ, പുനഃക്രമീകരണം എന്നിവയൊക്കെയാണ് SIRന്റെ ലക്ഷ്യങ്ങൾ. SIRനെതിരെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഒരുപോലെ രംഗത്തുണ്ട്. ഇതിനിടെ CPIയും CPMും SIRനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. എന്തായാലും സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഫോം വിതരണം ഇന്ത്യയിൽ തകൃതിയായി നടക്കുന്നതിന്റെ സ്വാധീനം UAEയിലും പ്രകടമാകുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള നെട്ടോട്ടത്തിലാണ് UAEയിലെ ഇന്ത്യൻ പ്രവാസികൾ. ചിലർ വീട്ടുകാർക്ക് തങ്ങളുടെ രേഖകൾ അയച്ചു കൊടുക്കുമ്പോൾ മറ്റു ചിലർ ഡിസംബർ 9 ആരംഭിക്കുന്ന അടുത്ത ഘട്ടത്തിനായി കാത്തിരിക്കുകയാണ്. ഇതുവരെ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടാത്ത NRIകൾക്ക് അഥവാ നോൺ റെസിഡന്റ് ഇന്ത്യൻസിന് പേര് ചേർക്കാനുള്ള സുവർണ അവസരം ഇതാണെന്നും ചില പ്രവാസികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. മുൻപ് പ്രവാസികൾക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമില്ലായിരുന്നു. ഏറെ നാളത്തെ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചത്. അതിനാൽ അത് പ്രയോജനപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണെന്നും പ്രവാസികൾ സൂചിപ്പിക്കുന്നുണ്ട്. 2010 ഇന്ത്യയിൽ NRI വോട്ടർ രജിസ്ട്രേഷൻ ആരംഭിച്ചത്. ഓവർസീസ് ഇലക്ടർമാരായി NRIകളെ രജിസ്റ്റർ ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ അനുമതി നൽകിയത് 2011 മുതലാണ്. UAE നിവാസികൾക്ക് വോട്ടേഴ്സ് സർവീസസ് പോർട്ടൽ സന്ദർശിച്ച് വിവരങ്ങൾ പരിശോധിക്കാം. പ്രവാസികൾക്ക് നേരിട്ടോ ഓൺലൈനായോ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കാം. വെബ്സൈറ്റിലുള്ള ഫോം 6A ആണ് പൂരിപ്പിക്കേണ്ടത്. ഇതിൽ സ്വന്തം സംസ്ഥാനം, ജില്ല, മണ്ഡലം, വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അടുത്ത ബന്ധുവിന്റെ വിവരങ്ങൾ എന്നിവ നൽകണം. ഡിസംബർ 9 വോട്ടർ പട്ടികയുടെ ആദ്യ കരട് പ്രസിദ്ധീകരിക്കുക. വോട്ടർ പട്ടികയിൽ തങ്ങളുടെ പേര് NRI വോട്ടർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 2026 ഫെബ്രുവരിയിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. പ്രവാസികളുടെ ഈ ഉത്സാഹത്തിന് പിന്നിൽ ശക്തമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും തങ്ങളുടെ നാടിന്റെ ഭരണം ആര് കൈയാളണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്നതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി വോട്ടുകൾ, പ്രത്യേകിച്ച് കേരളം പോലെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ കീഴ്മേൽ മറിക്കാൻ ശേഷിയുള്ള ഒരു നിർണായക ശക്തിയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ പ്രവാസി വോട്ടർമാരെ ആകർഷിക്കാൻ പ്രത്യേക ശ്രദ്ധയും നൽകുന്നുണ്ട്. എങ്കിലും രജിസ്ട്രേഷൻ കഴിഞ്ഞാലും പ്രവാസികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി വോട്ടെടുപ്പ് ദിവസം നാട്ടിലെത്തുക എന്നതാണ്. ഈ സാമ്പത്തിക യാത്രാ ബുദ്ധിമുട്ടുകൾ കാരണം പലപ്പോഴും വോട്ട് രേഖപ്പെടുത്താൻ ഭൂരിഭാഗം പ്രവാസികൾക്കും സാധിക്കാറില്ല. ഈ പശ്ചാത്തലത്തിൽ പ്രവാസി സമൂഹം ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന പ്രോക്സി വോട്ടിംഗ് അല്ലെങ്കിൽ പോസ്റ്റൽ ബാലറ്റ് സംവിധാനം നടപ്പാക്കുക എന്ന ആവശ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 12 സംസ്ഥാനങ്ങൾ SIRന്റെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടും. കേരളം, അസം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവയാണ് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ. യോഗ്യരായ എല്ലാവർക്കും വോട്ട് ഉറപ്പാക്കുകയും യോഗ്യതയില്ലാത്തവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയുമാണ് SIRന്റെ ലക്ഷ്യം. കേരളത്തിലെ 2.78 കോടിയിലധികം വോട്ടർമാർ വീണ്ടും വിവരങ്ങൾ നൽകി ഓൺലൈനായി എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കണം. നിലവിലെ വോട്ടർ പട്ടിക മരവിപ്പിക്കുന്നതാണ് ഇതിന് കാരണം. ആധാർ ഉൾപ്പെടെയുള്ള 12 രേഖകളിൽ ഒന്ന് സമർപ്പിക്കുകയും വേണം. അപേക്ഷ നൽകി കഴിഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസർ വീട്ടിലെത്തി പരിശോധന നടത്തും. SIRനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങളും ആശങ്കകളും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും SIRുമായി മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ.